Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്, ഉണക്കമുന്തിരി അച്ചാർ. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാത്രം നല്ല ചൂടായിട്ടുള്ളതുകൊണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ഉണക്കമുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. എല്ലാ മുന്തിരിങ്ങയും നല്ലതുപോലെ വീർത്ത് വരുന്നത് വരെ വറുത്തെടുക്കുക. ഇത് നല്ലതുപോലെ വീർത്ത് വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. നല്ലപോലെ വീർത്ത് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു സിമ്മിലൊക്കെ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ എണ്ണയ്ക്ക് നല്ല ചൂടായത് കാരണം സിമ്മിൽ കിടന്നാൽ അത് നല്ലതുപോലെ മൂത്ത് വരും. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലതുപോലെ എല്ലാം നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ മുന്തിരിങ്ങ വറുത്ത ആ എണ്ണയിലോട്ട് തന്നെ ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10-15 വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഏത് അച്ചാറിനായാലും വെളുത്തുള്ളി ഇഞ്ചിയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ്. പിന്നെ ഞാനിവിടെ ഒരു 2-3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഈന്തപ്പഴം അച്ചാറൊക്കെ ചെയ്യാറില്ല, അതേ ഒരു രീതി തന്നെയാണ് നമ്മൾ ഉണക്കമുന്തിരി അച്ചാറും ചെയ്യുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കറിവേപ്പില ഇല്ല, ഞാൻ കറിവേപ്പില ഇടുന്നില്ല ഇതിനകത്ത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ട് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, എങ്കിലും അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടണം. ഇപ്പം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. സോറി, ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അധികം എരിവ് ഞങ്ങൾ ഉപയോഗിക്കില്ല, കാരണം പച്ചമുളക് ആവശ്യത്തിനുണ്ട്. അത് കാരണം കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി വരണം. മുളക് പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മീഡിയം ഹീറ്റിൽ വിട്ട് വേണം. എപ്പം മുളക് പൊടി നമ്മൾ മൂപ്പിക്കുമ്പോഴും തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കിയിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അച്ചാറിന് ഉലുവാപ്പൊടിയും കായപ്പൊടിയാണ് അതിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൊടികൾ. ഇനി ഇതിനകത്തൊരു 3/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാർ പൊടിയൊന്നും അല്ല യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മുളക് പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് അച്ചാറിനായാലും അത് മതി, അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നമ്മളിത് പഞ്ചസാര ചേർത്ത് ചെയ്യുന്നതായത് കാരണം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഇതിനകത്ത് വെള്ളം ചേർക്കാറുണ്ട്. നമുക്ക് ആ ഉപ്പ് വെള്ളമായിട്ട് ഇട്ടിരുന്നാൽ മതി. നമ്മളിപ്പോൾ ഇതിനകത്ത് വെള്ളം ഒരു ശകലം പോലും ചേർക്കാതെ, വെള്ളം നമ്മൾ ചേർക്കാതെ അച്ചാർ എപ്പോൾ അച്ചാറിട്ടാലും അതിനകത്ത് വെള്ളം ചേർക്കാതെ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പന്നലായി പോകത്തില്ല. നമ്മൾ വെള്ളം ചേർത്താൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെള്ളം പറ്റുന്നത് വരെ നല്ലതുപോലെ കുറുക്കിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് പൂപ്പൽ പിടിക്കും, പന്നലായി പോവുകയും ചെയ്യും. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിനൊരല്പം പുളിയും എരിവും മധുരവും ഇത് 3 ടേസ്റ്റ് ഒരുമിച്ച് വരുന്നൊരു അച്ചാറാണ്. നമ്മൾ ഈ ഈന്തപ്പഴം അച്ചാറൊക്കെ ഇട്ടിട്ടുള്ളവർക്കറിയാം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ എല്ലാ ടേസ്റ്റും കൂടെ ഒരുമിച്ച് വരുമ്പം ഇതിലേക്ക് നമുക്കൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് അച്ചാറിൻ്റെ ഒരു മണം നല്ലതുപോലെ വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ചൂട് കൊള്ളുമ്പോൾ വീണ്ടും ചെറിയതായിട്ടൊന്നുകൂടെ ഒന്ന് വീർത്ത് വരും. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒരു 1/4 കപ്പ് വിനാഗിരി കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇപ്പം ഞാൻ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ തീ ഓഫാക്കിയിട്ടതാണ്. തീ ഓഫാക്കി കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ തീ കാരണം അതിങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നത്. നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഉണങ്ങിയ കുപ്പിക്കകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും അതിരിക്കും. ഇപ്പം നമ്മളുടെ ഉണക്കമുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നല്ല ഒരു പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ചേർന്ന് വന്നൊരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. ബൈ.